നിഗൂഢമായ ഒരു ലോകം, അല്പമാർക്കും അറിയാത്ത ഒരു ജീവിത രീതി, ഇപ്പോൾ നിലവിലില്ലാത്ത ജീവികൾ, നൂറുകണക്കിന് വർഷങ്ങൾ ജീവിച്ചിരുന്ന ആളുകൾ, ആ സമയത്ത് ഭൂമിയിൽ ജീവിച്ചിരുന്ന ഭീമന്മാർ, ഇങ്ങനെ പലരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം. തീർച്ചയായിട്ടും നമ്മൾ സംസാരിക്കുന്നത് ജലപ്രളയത്തിന് മുമ്പുണ്ടായിരുന്ന അന്നത്തെ അവസ്ഥ അല്ലെങ്കിൽ അന്നത്തെ സാഹചര്യത്തെക്കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങളിൽ തന്നെ ബൈബിളിൽ ആന്റി ഡിലൂവിയൻ കാലഘട്ടം അല്ലെങ്കിൽ ജലപ്രളയത്തിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിൾ പറയുന്നതനുസരിച്ച് പ്രളയത്തിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തിൽ മനുഷ്യ നാഗരികത വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. എന്നാൽ കൂടെ പാപത്തിന്റെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു, അവർ എന്തുവായിരുന്നു ചെയ്തിരുന്നത്, മഹാജലപ്രളയത്തിന് മുമ്പ് ലോകത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്, ഈ വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് നോക്കാം. ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സംശയമില്ലാതെ ജലപ്രളയത്തിന് മുമ്പുണ്ടായിരുന്ന ആദ്യത്തെ കുടുംബം എന്ന് പറഞ്ഞാൽ ആദമിന്റെ കുടുംബം തന്നെയാണ്. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം ആദമും ഹവയും ഒരു സ്ഥലത്ത് സ്ഥിരതാമസമാക്കി. അവർക്ക് മക്കൾ ജനിച്ചു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ആദ്യ കുടുംബത്തിന്റെ ആദ്യ മകൻ കായീനായിരുന്നു. അതേപോലെ പ്രളയത്തിന് മുമ്പുള്ള ലോകത്തിലെ ആദ്യത്തെ കൊലപാതകിയും കായീനായിരുന്നു. സ്വന്തം സഹോദരനായ ഹാബേലിനെ വളരെ ക്രൂരമായി അവൻ കൊന്നു. ഈ വലിയ പാപത്തിനു ശേഷം കായീൻ ദൈവത്തിൽ നിന്നൊരു അടയാളം വാങ്ങി നോദ് ദേശത്ത് ഒരു നഗരം പണിതു. കായീൻ അവന്റെ ആദ്യ മകനായ ഹാനോക്കിന്റെ പേര് ആ നഗരത്തിനിട്ടു. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ നഗരമാണിത്. ബൈബിളിന് പുറത്തുള്ള പല സിദ്ധാന്തങ്ങൾ അവകാശപ്പെടുന്നതിന് വിരുദ്ധമായി മനുഷ്യനെ യുക്തിയും ധാർമ്മിക ബോധവും നല്ല കഴിവുമുള്ള ഒരു ജീവിയായാണ് ദൈവം സൃഷ്ടിച്ചതെന്ന് തിരുവെഴുത്ത് വ്യക്തമായി പറയുന്നു. ഇതിനർത്ഥം മനുഷ്യർ അറിവ് നേടി പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുകയും ചെയ്ത് ഭയങ്കര കഴിവുള്ള മനുഷ്യനായാണ് ദൈവം സൃഷ്ടിച്ചത്. അല്ലാതെ ചില ശാസ്ത്രീയവാദികൾ പറയുന്നത് പോലെ ഇതെന്തോ ഒരു പരിണാമ രീതിയിലുണ്ടായ ഒരു സംഭവമല്ല. ജലപ്രളയത്തിന് മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ നോക്കുമ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാകും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കായീനാണ് ആദ്യം ഈ ലോകത്ത് ജനിച്ച മനുഷ്യൻ. ഒരു നഗരം ഉണ്ടാക്കുവാൻ മാത്രം കഴിവുള്ളവനായിരുന്നു. അവന്റെ തലമുറകളായ യാബേൽ, യൂബേൽ, തൂബൽ കൈൻ എല്ലാവരും വലിയ കണ്ടുപിടുത്തങ്ങൾക്ക് ഉത്തരവാദികളായിരുന്നു. ജലപ്രളയത്തിന് മുമ്പ് ആൾക്കാർ കൂടാരങ്ങളിൽ താമസിക്കുമായിരുന്നു, കന്നുകാലികൾ വളർത്തുമായിരുന്നു, സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ച് കലകൾ വികസിപ്പിച്ചു, ചെമ്പും ഇരുമ്പും കൊണ്ടുള്ള ജോലി ചെയ്യാനുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുവാനും പഠിച്ചു. ശേഷം നോഹയുടെ കാലത്ത് ദൈവിക നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരു വലിയ പെട്ടകമുണ്ടാക്കാനുള്ള കഴിവും ആവശ്യമായ സാധനങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്ന് ബൈബിൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തെക്കുറിച്ച് ബൈബിൾ കൂടുതൽ വിശദമായി പറയുന്നില്ലെങ്കിലും ജലപ്രളയത്തിന് മുമ്പ് സാങ്കേതികവും സാംസ്കാരികപരമായ വികസനങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പ്രളയത്തിന് മുമ്പുള്ള കാലഘട്ടത്തെക്കുറിച്ച് പലരും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ബൈബിൾ ഈ വിഷയത്തിൽ വളരെ മൗനം പാലിക്കുന്നു. എന്നിരുന്നാലും ലോകത്തിന്റെ സൃഷ്ടി മുതൽ ജലപ്രളയം വരെയുള്ള കാലയളവ് ബൈബിൾ ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ ദൈർഘ്യമേറിയതായിരിക്കുമെന്നാണ് ഒരുപാട് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. കാലയളവ് കണ്ടുപിടിക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ അതിനെക്കുറിച്ച് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. വാസ്തവത്തിൽ പ്രളയത്തിന് മുമ്പുള്ള കാലഘട്ടത്തെക്കുറിച്ചുള്ള കാലാനുസൃതമായ വിവരങ്ങൾ നമുക്ക് തരുന്ന ഒരൊറ്റ സ്രോതസ് എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി 5-ാം അധ്യായത്തിലെ വംശാവലി പട്ടികയാണ്. ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് യഥാർത്ഥ വർഷങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. കാരണം അതല്ല ഈ പട്ടികയുടെ പ്രധാന ഉദ്ദേശം. ബൈബിൾ വംശാവലികൾ കാലക്രമത്തെക്കുറിച്ചുള്ള അറിവ് തരാനല്ല, വംശാവലി ഇതാണെന്ന് കാണിക്കുവാനാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ വംശാവലി പട്ടിക ചില അറിവുകൾ തരുന്നു എന്നല്ലാതെ പൂർണ്ണമായ ഒരു കാഴ്ചപ്പാട് തരുന്നില്ല. അപ്പോൾ അതിനർത്ഥം ബൈബിൾ ചരിത്രത്തിൽ ചില പ്രത്യേകതകളുള്ള ചില ആൾക്കാരെ എടുത്തു കാണിക്കുവാൻ വേണ്ടി മനഃപൂർവ്വമായി ചില വിടവുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ്. ഉദാഹരണത്തിന്, ആൾക്കാരെക്കുറിച്ചുള്ള പട്ടികയിൽ ഒരാൾ മറ്റൊരാളെ ജനിപ്പിച്ചതായി പറയുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് ആദ്യത്തെ ആൾ പിന്നീട് പറഞ്ഞ ആളുടെ ഒരു പൂർവികൻ മാത്രമാണ്. അവരുടെ നേരിട്ടുള്ള രക്ഷകർത്താവ് ആയിരിക്കണമെന്നില്ല. അത് മറ്റു ബൈബിൾ വംശാവലികളിൽ നിന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഉൽപ്പത്തി 5-ാം അധ്യായത്തിലെ വംശാവലി അത് ശരിയാണെന്ന് വിശ്വസിക്കാൻ കഴിയുമെന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട്. ഉൽപ്പത്തി 5-ാം അധ്യായത്തിലെ ഈ വംശാവലിയെ അടിസ്ഥാനമാക്കി പണ്ഡിതന്മാർക്ക് കുറഞ്ഞത് ജലപ്രളയത്തിന് മുമ്പുണ്ടായിരുന്ന കാര്യമായ പുരോഗതികളും മനുഷ്യരുടെ ദീർഘായുസ്സും നിരീക്ഷിക്കാൻ ഒരു സഹായമാകും. ആ കാലഘട്ടത്തിൽ ഒരേ ഒരു ഭാഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവം ആളുകളെ നൂറ്റാണ്ടുകൾ ജീവിക്കാൻ അനുവദിച്ചു. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്ത് അവരുടെ സാങ്കേതിക പുരോഗതിയും വിവരങ്ങളും കൈമാറ്റം ചെയ്യാൻ ഇതൊരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതെ, ജലപ്രളയത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ആളുകളുടെ ദീർഘായുസിനെ കുറിച്ച് ബദൽ വ്യാഖ്യാനങ്ങൾ ഒരുപാടുണ്ട്. എന്നാൽ ക്രിസ്ത്യാനികൾക്കിടയിലെ ഏറ്റവും പരമ്പരാഗത വീക്ഷണം അനുസരിച്ച് ബൈബിൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ ആളുകൾ നൂറുകണക്കിന് വർഷങ്ങൾ ജീവിച്ചിരുന്നുവെന്ന്. കായീൻ സ്വീകരിച്ച പാപജീവിത ശൈലി അതിവേഗം പ്രളയത്തിന് മുമ്പുണ്ടായിരുന്ന ലോകമെമ്പാടും വ്യാപിച്ചെന്ന് ബൈബിൾ പറയുന്നു. ഉദാഹരണത്തിന്, ബൈബിളിൽ ആദ്യമായി ബഹുഭാര്യത്വം, അതായത് ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ കല്യാണം കഴിക്കുന്ന പ്രവണത സ്വീകരിച്ചത് കായീന്റെ സന്തതിയിൽ വന്ന ലാമേക്കായിരുന്നു. മാത്രമല്ല തന്റെ ക്രൂരതയിൽ അഭിമാനം കൊള്ളുന്ന ഒരു ഇരട്ട കൊലയാളി കൂടിയായിരുന്നു അവൻ.
ഹാബേലിനെ കൊന്നതിനു ശേഷം കായിൻ അതിനെ ഓർത്ത് പശ്ചാത്തപിച്ചില്ല എന്ന് മാത്രമല്ല, അവന് ദൈവം കൊടുത്ത ശിക്ഷ അന്യായമാണെന്ന് അവന് തോന്നി. ജലപ്രളയത്തിന് മുമ്പ് ദൈവപുത്രന്മാർ മനുഷ്യപുത്രന്മാരുമായി ഇടകലർന്നുവെന്ന് ബൈബിൾ പറയുന്നു. ചില വ്യാഖ്യാതാക്കൾ ഇത് അർത്ഥമാക്കുന്നത് ആത്മീയ ജീവികളും മനുഷ്യരും തമ്മിൽ ഇടകലർന്നു എന്നാണ് വാദിക്കുന്നത്. വീണുപോയ ദൂതന്മാർ ഭൂമിയിലെ സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു എന്നാണ്. എന്നാൽ പല ബൈബിൾ പണ്ഡിതന്മാരും ഈ ബൈബിൾ വാക്യത്തിന് അവർ അംഗീകരിക്കുന്ന ഏറ്റവും വ്യക്തമായ ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത് ഈ മിശ്രിതം ദൈവഭക്തരും ഭക്തിയില്ലാത്തവരും തമ്മിലുള്ള ബന്ധങ്ങളാൽ പ്രോത്സാഹിക്കപ്പെട്ട മനുഷ്യത്വത്തിന്റെ നശീകരണം എന്നാണ്. അങ്ങനെ പെട്ടെന്ന് അഭക്തി പ്രാബല്യത്തിലായി മുഴുവൻ മനുഷ്യരും ദൈവഭക്തി ഇല്ലാതെയായി. അക്കാലത്ത് ദൈവഭയം സംരക്ഷിച്ച മനുഷ്യരാശിയുടെ ഒരു വംശമായിരുന്നു ഷേത്തിൻ്റെത് എന്നാണ് ഇതിനർത്ഥം. എന്നാൽ കാലക്രമേണ ഈ സന്തതി കായിന്റെ ഭക്തികെട്ട് ആത്മീയത ഇല്ലാത്ത വംശവുമായി കൂടിച്ചേർന്ന് സഹിക്കാൻ പറ്റാത്ത ഒരു പരിധിയിലെത്തി. അക്കാലത്ത് ഭൂമിയിൽ നെഫിലീമുകൾ ഉണ്ടായിരുന്നു. നെഫിലീമുകൾ ദൈവത്തിന്റെ പുത്രന്മാരുടെയും മനുഷ്യപുത്രിമാരുടെയും മിശ്രിതത്തിൽ നിന്ന് ജനിച്ച മല്ലന്മാരാണെന്ന് പണ്ഡിതന്മാർ വാദിക്കുന്നുണ്ട്. എന്നാൽ മറ്റ് പല പഴയ നിയമ പണ്ഡിതന്മാരും വിശ്വസിക്കുന്നത് നെഫലീമുകൾ ശക്തന്മാരും മഹത്തായ പ്രശസ്തിയും പ്രാചീനതയും ഉള്ളവരായിരുന്നുവെന്നും അവർ സ്വയച്ഛാധിപത്യ പ്രവർത്തനങ്ങളിലൂടെ ആധിപത്യം സ്ഥാപിച്ച് മനുഷ്യരാശിയുടെ പാപത്തിന്റെ അളവ് കൂടുതൽ വർദ്ധിപ്പിച്ചു എന്നും പറയുന്നു. എന്നിരുന്നാലും ജലപ്രളയത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ കർത്താവിനോട് ആത്മാർത്ഥമായി ബന്ധമുള്ള ആളുകളും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് പുതിയ നിയമ കാലഘട്ടത്തിൽ പോലും വിശ്വാസത്തിന്റെ ഒരു മാതൃകയായി ഓർമ്മിക്കപ്പെട്ട ആദ്യത്തെ രക്തസാക്ഷിയായിരുന്ന ഹാബേൽ മരണം കാണാതെ എടുക്കപ്പെട്ട് ദൈവവുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന മറ്റൊരാളായിരുന്നു ഹാനോക്ക്. അവസാനമായി നോഹ ജനിച്ചതും വളർന്നതുമെല്ലാം ആ കാലഘട്ടം തന്നെയായിരുന്നു. എന്നാൽ ജലപ്രളയത്തിന് മുമ്പുള്ള കാലഘട്ടത്തിന്റെ അവസാന വർഷങ്ങളിൽ ദൈവത്തെ ഭയപ്പെട്ടിരുന്ന ഒരൊറ്റ വ്യക്തിയായിരുന്നു ഈ നോഹ. ആ കാലഘട്ടത്തിൽ നാഗരികത സഹിക്കാൻ പറ്റാത്ത രീതിയിൽ അധപ്പതിച്ചപ്പോൾ ആകപ്പാടെ ദൈവത്തിന്റെ ക്ഷമ ഉണ്ടായിരുന്ന ജലപ്രളയത്തിൽ രക്ഷപ്പെട്ട് നോഹയുടെ ഒരൊറ്റ കുടുംബം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ബൈബിൾ പറയുന്നു. അങ്ങനെ ജലപ്രളയത്തിന് മുമ്പുള്ള കാലഘട്ടം ദൈവത്തിന്റെ കോപത്തിലും ഒഴുക്കിലും ഭൂമിയുടെ നാശത്തിലും അവസാനിച്ചു. അന്നത്തെ സാഹചര്യം വളരെ അധപ്പതിച്ചതായിരുന്നു. ദുഷ്ടത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബൈബിൾ എഴുത്തുകാരൻ മനുഷ്യരോടുള്ള ദൈവത്തിന്റെ അതൃപ്തി ഇങ്ങനെയാ രേഖപ്പെടുത്തുന്നത്: ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയതുകൊണ്ട് ദുഃഖിച്ചു എന്ന്. വീഡിയോയുടെ അവസാനമായി ജലപ്രളയത്തിന് മുമ്പുണ്ടായിരുന്ന ലോകം മനുഷ്യ ചരിത്രത്തിലെ ഒരു സവിശേഷ കാലഘട്ടമായിരുന്നു. സാങ്കേതികവും സാംസ്കാരികപരമായ ഗണ്യമായ വികസനത്താൽ അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ വലിയ പാപവും ദൈവത്തിനെതിരായ മത്സരവും ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവസാനം ജലപ്രളയത്താലുള്ള ഈ പെട്ടെന്നുള്ള അവസാനം കാണിക്കുന്നത് ദൈവിക ന്യായവിധിയുടെ ഗൗരവത്തെയും എത്രയും വേഗം ദൈവത്തിന്റെ ഇഷ്ടത്തെ മനസ്സിലാക്കുവാനും ഭാവി തലമുറകൾക്ക് ശക്തമായ ഒരു മുന്നറിയിപ്പായി ഇത് വർത്തിക്കുന്നു. അതുകൊണ്ട് നാം ജാഗ്രത പാലിക്കുകയും ദൈവത്തോടുള്ള അനുസരണത്തിൽ നമ്മുടെ ജീവിതം നയിക്കുകയും ക്രിസ്തുവിന്റെ തിരിച്ചുവരവനായി കാത്തിരിക്കുകയും ചെയ്യേണ്ടത് നിർണായകമാണ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.